തിരുവനന്തപുരത്തുകാരുടെ ഓണം പൂർണ്ണമാകണമെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷം കൂടി കഴിയണം. ഓണം വാരാഘോഷത്തിന്റെ അവസാന മിനുക്കുപണികളാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത്. ഇത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം കവടിയാറിലുള്ള രാജപാത എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കവടിയാർ റോഡാണ്. ഇവിടെ നിന്നാണ് പ്ലോട്ടുകൾ ആരംഭിക്കുന്നത്. പ്ലോട്ടുകളെല്ലാം അവസാന ഒരുക്കത്തിലാണ്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഒന്നുകൂടി മിനുക്കുപണികൾ നടത്തുന്ന ഘട്ടത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ നാടിന്റെ വികസനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്ലോട്ടിന് മുമ്പിലാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഫ്ലോട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് ഏകദേശം 8-9 മണി വരെ തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതിയിലാക്കുന്ന വാരാഘോഷ സമാപനമാണ്, ഓണം വാരാഘോഷ സമാപനമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്ക് പോകാം. ആയുർവേദം ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആയുർവേദത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പരിചിതമായ ഒരു മുഖമാണ് ഡോക്ടർ ഷർമദ് ഖാൻ. ഇതുപോലെ പരിചിതമായ ഒരുപാട് മുഖങ്ങളെ നമുക്കിവിടെ ഈ ഓണം വാരാഘോഷ വേദിയിൽ കാണാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഇദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ കണ്ടതിൽ വളരെ സന്തോഷം. എന്താണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി? ഞങ്ങൾ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ പ്രത്യേകിച്ചും ആയുർവേദ വിഭാഗത്തിൻ്റെ ഫ്ലോട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ ഫ്ലോട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ലോകാരോഗ്യത്തിന് ആയുർവേദം എന്നുള്ള സബ്ജക്റ്റാണ് ഞങ്ങൾ ആൾക്കാരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇത് ഈ ഹോസ്പിറ്റൽ, ഈ ഓഫീസ്, അങ്ങനെ പല തരത്തിലുള്ള ഫെസിലിറ്റീസ്, ഒരു OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ എങ്ങനെയാണ് ആയുർവേദം മാറിയത് എന്ന് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക, ആ ഒരു സന്ദേശം എത്തിക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഏതൊക്കെ വകുപ്പുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ലഭിക്കുന്നത് പുതിയ സംവിധാനത്തിൽ. ഈ ആധുനിക ലോകത്ത് ആയുർവേദത്തിന് എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, അവർക്ക് എന്ത് സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഫ്ലോട്ടിൻ്റെ ഉദ്ദേശം. ശരിക്കും ഓണം എന്ന് പറയുന്നത് വെറും ഓണസദ്യ കഴിച്ച് ചടഞ്ഞിരിക്കലല്ല, അതിനൊപ്പം നമുക്ക് എങ്ങനെ ആരോഗ്യം നന്നാക്കാം എന്നുള്ളൊരു സന്ദേശമാണ് ഇവർ നൽകുന്നത്. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഓണാഘോഷത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നത് ഇതുപോലെ കൗതുകത്തോടെ ഓണാഘോഷം കാണാൻ വരുന്ന കുട്ടികളും അവരെ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും ഒക്കെയാണ്. നമുക്കറിയാം ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യയും മാവേലിയും പൂക്കളവും ഊഞ്ഞാലും മാത്രമല്ല, തിരുവനന്തപുരത്തെ ഓണം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒന്ന് കളറാകണമെങ്കിൽ ഇതൊന്ന് കണ്ടിരിക്കണം അല്ലേ? എന്താണ് രാഖിയുടെ എക്സ്പീരിയൻസ്? നല്ലതാണ്. എല്ലാ വർഷം കാണാൻ പറ്റുന്നുണ്ട് ദൈവസഹായിച്ച്. ഇനി അടുത്ത വർഷം വരണം. പിള്ളേരെ രണ്ടുപേരെയും കൊണ്ട് ഈ വെയിലത്ത് വന്ന് നിൽക്കുന്നതിന് മടുപ്പ് അങ്ങനൊന്നുമില്ല? ഇല്ല, മൊത്തം കണ്ടിട്ട് പോണം, അത്രേ മുഴുവൻ കാണും. ഇതിൽ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഓഫറൊക്കെ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിള്ളേർ എന്തെങ്കിലും എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ എന്താ പറഞ്ഞേ അമ്മയുടെ അടുത്ത്? ബലൂൺ വാങ്ങിച്ചു തരണം എന്നല്ലേ? മോളെന്താ പറഞ്ഞേ? അപ്പൊ ഓണാഘോഷം അല്ല കാണേണ്ടത്, ബലൂണും ചെവിയിൽ വെക്കുന്ന പിതുക്കണ സാധനവും വേണം അല്ലേ? സ്കൂൾ എപ്പോഴാ തുറക്കുന്നത്? അപ്പൊ സ്കൂളിൽ പോവാതെയാണ് ഈ നടക്കുന്നത്. ഇപ്പൊ അവധിയാണല്ലേ ഇന്ന്? പരീക്ഷയാണ്, എന്നിട്ട് പോയി. പരീക്ഷയായിട്ട് ഓണാഘോഷം കാണാൻ വന്ന് ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കുന്നത് കേട്ടോ. അപ്പൊ ഓണാഘോഷം കണ്ടു കഴിയുമ്പോ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്ത് പറയും? കൊള്ളാമായിരുന്നു. ഇവിടെ ഇപ്പൊ കണ്ടതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടോ? എന്തുവാ? കുറെ സാധനങ്ങൾ അങ്ങനെ പറയാൻ അറിയില്ല. എന്തായാലും ഈ വെയിലത്ത്, നല്ല വെയിലാണ്, നല്ല അടിപൊളി വെയിലാണ്. ഈ വെയിലത്തും മക്കളെയും കൊണ്ട് അവരെ കാണിക്കാൻ, അവരെ സന്തോഷത്തിന് വേണ്ടി വരുന്ന രാഖിയെ പോലുള്ള ഒരുപാട് അമ്മയും അച്ഛനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓണാഘോഷം കാണാൻ വന്നവരാണ്. ഓണാഘോഷം എങ്ങനെയുണ്ട്? അടിപൊളി. എന്റെ പേര് സ്നേഹ. സ്നേഹയുടെ നേരത്തെ പറഞ്ഞറിയാലോ. നടക്കും ഇവിടെ ഇപ്പൊ നമ്മളൊരു 7 മണി വരെ ഇങ്ങനെ നടന്നിങ്ങനെ എല്ലാ ഫ്ലോട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ? ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കുകയല്ലേ? എങ്ങനെയുണ്ട്? പണ്ടത്തെ ഓണക്കാലം പോലെ തന്നെ? പണ്ടത്തെ കാലത്തിന്റെയും വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് നമ്മളെ പ്രായത്തിലുള്ള അല്ല ഓണം, ഒരുപാട് വ്യത്യാസം. എങ്ങനെയാണ് ഓണം? നമ്മളിവിടെ ജനിച്ച് വളർന്നതല്ലേ, അറിയാലോ ഓണാഘോഷം എങ്ങനെയാണെന്ന്. അപ്പൊ ഓണാഘോഷത്തിനെ തുകർക്കാൻ വേണ്ടി വന്നതാണ്. കാണാൻ വന്നത്. രാത്രി ഇത് കഴിഞ്ഞ് എങ്ങനെ പോകും? കഴിഞ്ഞേ പോളോ.